ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബഗാസുരനെയും വിക്രത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും ഇങ്ങനെ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും അവനെക്കുറിച്ച് യാതൊരു വിവരമില്ലല്ലോ. അല്ല, പുറത്തേക്ക് ഇറങ്ങിയവനെ പാരോളിന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ, അവനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അവനെന്താ തിരിച്ചിങ്ങോട്ട് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. ഇതിടഞ്ഞപ്പോഴേക്കും അവനിങ്ങോട്ട് വരട്ടെ, അവനിങ്ങോട്ട് വരുമ്പോഴേ അവനെ തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. ഇനി എൻ്റെ മകൾ അവനെ തീർത്തിട്ടുണ്ടാവോ ആവോ. ഒന്നും ചുമ്മാതിരിക്കും എൻ്റെ ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവൻ ഇവിടെ വരുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ചേട്ടൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എടാ ഡയലോഗൊന്നുമല്ല, പല പ്രാവശ്യം ഞാൻ അവനെ കൊല്ലാനായിട്ട് ഒരുങ്ങിയതാ. പക്ഷേ നിസാര സംഭവങ്ങൾ കാരണമാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. പക്ഷേ ഇനി അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവനെ ഞാൻ തീർക്കും. എൻ്റെ മകളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ മകളെ ചതിച്ചവനാണ് അവൻ. ഇപ്പോൾ അവൻ്റെ കുഞ്ഞിനെ കാണുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനെൻ്റെ മോൾ ഒരിക്കലും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഗാസുരൻ പറയാം. എന്തായാലും അവനുണ്ടല്ലോ, ആ ഗംഗാപ്രസാദ്, അവനും പുറത്തു തന്നെയല്ലേ. അവനെങ്കിലും അവൻ്റെ കൺമുന്നിൽ പെട്ടാൽ മതിയായിരുന്നു. എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടിയാനായിരുന്നു. അല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് വന്നാൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ മനോഹർ വരുമ്പോഴത്തേക്കും ആ ഗംഗാപ്രസാദ് തന്നെ മനോഹറിനെ തീർക്കുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ വേണ്ട ഏട്ടാ, ഏതായാലും ഗംഗേട്ടൻ ഇങ്ങോട്ട് തിരിച്ച് എത്രയും പെട്ടെന്ന് വരണ്ട. കാരണം ആ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുകയല്ലേ. കല്യാണം മുടങ്ങിയിട്ടുണ്ടാവാനാണ് സാധ്യത. അത് മുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴെങ്ങും വരണ്ട. ആ കല്യാണിയെയും കുടുംബത്തെയൊക്കെ ഗംഗേട്ടൻ തീർക്കണം. ആ ഒരു വാർത്ത എൻ്റെ ചെവിയിൽ കേട്ടാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ഏട്ടാ എന്നൊക്കെ പറയാണ്. എടാ, ഗംഗാപ്രസാദ് അങ്ങനെയൊക്കെ ചെയ്യോ? ഗംഗേട്ടൻ ചെയ്യുവാന്നാ. ഗംഗേട്ടനെ കുറിച്ച് ചേട്ടന് കൂടുതൽ അറിയാൻ പാടുന്നുണ്ട്. നല്ല ശക്തി, നല്ല കരുത്തുള്ള മനുഷ്യനാണ് ഗംഗേട്ടൻ. അതുകൊണ്ട് ഗംഗേട്ടനെ തോൽപ്പിക്കാനൊന്നും അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ വിക്രമും ബഗാസുരനൊക്കെ ഭയങ്കര വീരവാദമാണ്. വീരവാദം അവിടെ അങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരണാണെങ്കിൽ കല്യാണിയോട് സത്യങ്ങൾ മുഴുവനും പറയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായല്ലോ, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പണിയാണ് കിരണേട്ട കാണിച്ചത്. ആ വീട്ടിൽ അവളുള്ള കാര്യം അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് അച്ഛനോടും അമ്മയോടും സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പോയത്? അതുകൊണ്ടല്ല അവൾ കേട്ടത്. ദൈവമേ, ആ ഉടുപ്പൊക്കെ കത്തിക്കാന്നൊക്കെ വിചാരിച്ചാൽ എന്ത് അഹങ്കാരമാണ് അവൾ കാണിച്ചത്. അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. മനോഹർ എത്ര സന്തോഷത്തോടു കൂടി തന്നെയാണ് കിരണേട്ടൻ്റെ കയ്യിൽ ആ ഡ്രസ്സ് തന്നത്. അതേ കല്യാണി, ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ആ ഡ്രസ്സ് കൊണ്ട് അവളെ കൊടുത്തു. പക്ഷേ എൻ്റെ ആ സംസാരം കേട്ടപ്പോഴാണ് അവൾക്ക് കലി മൂത്ത് ആ ഡ്രസ്സ് എൻ്റെ കൺമുന്നിൽ തന്നെയാണ് കത്തിച്ച് കളഞ്ഞത്. ആ ഡ്രസ്സിട്ട് ആ കൊച്ച് നിൽക്കുന്നത് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞതാണ് അവൻ. പക്ഷേ എനിക്ക് അതിനെ പോലും പറ്റിയില്ലല്ലോ. ആ ഉടുപ്പ് കത്തിച്ച് കളഞ്ഞെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് എന്തോരം വേദനിക്കും. അവൻ്റെ കയ്യിലാണെങ്കിലും തന്നെ പൈസയേ ഇല്ല. ഉള്ള പൈസ കൊണ്ട് കൊച്ചിന് ഒരു ഉടുപ്പ് മേടിച്ച് തന്നാണ് എൻ്റെ കയ്യിൽ. അതുപോലും എനിക്ക് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ കല്യാണി എന്നൊക്കെ പറയാം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ സരയു സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അവൾക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്കിനി കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല. അല്ല കല്യാണി, ഇനിയിപ്പോൾ അവൾ ഭയങ്കര വാശിയില്ല. നീ ICU കൊണ്ടുപോയി ആ കൊച്ചിനെ കാണിക്കാനായിട്ട് ഒരുങ്ങിയില്ലേ? അതുവരെ അവൾ അറിഞ്ഞു. ഞാൻ ആ കാര്യവും അമ്മയോടും അച്ഛനോടൊക്കെ സംസാരിക്കുമായിരുന്നു. അമ്മയോ അച്ഛനോ അതേപോലെ തന്നെ സംസാരിച്ചു. അതെല്ലാം അവൾ കേട്ടിരിക്കുക. അത് കേട്ടപ്പോഴേ അവളുടെ മുഖത്ത് ആ ഒരു ദേഷ്യം കാണുമായിരുന്നു. എന്നോട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ട് അവൾ സംസാരിച്ചത്. നിന്നോടും ഭയങ്കര ദേഷ്യമുണ്ട്. മനോഹറിനെ ആരൊക്കെ സ്നേഹിക്കുന്നോ അവരോടൊക്കെ ദേഷ്യമാണ് ഈ സരയുവിന്. ഇപ്പം കല്യാണിയാണെങ്കിൽ അയ്യോ കിരണേട്ടാ, അവളുടെ പണ്ടത്തെ സ്വഭാവമൊക്കെ മാറി എന്നെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയതായിരുന്നു സരയു. ഇനി പഴയതുപോലെ അവളുടെ സ്വഭാവമായി മാറും കിരണേട്ടാ. എനിക്കാകെ പേടി തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനിയിലെ ജോലി വരെ അവൾ വേണ്ടെന്ന് വെക്കോ? പഴയതുപോലെ അവൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ ഒരു സാധ്യത ഇല്ലാതെ ഇല്ല. കാരണം അവൾ ആകെ മാനസിക നില തെറ്റിയൊരവസ്ഥയാണ് നടക്കുന്നത്. അവളിപ്പോൾ ജീവിക്കുന്നതിനെ മനോഹറിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ട്. പല പ്രാവശ്യം പറഞ്ഞു നോക്കി, മനോഹറിൻ്റെ സ്വഭാവം മാറി. പണ്ടത്തെ പോലെയൊന്നും അല്ല, അവൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയതാ. പക്ഷേ അവൾ കേൾക്കുന്നുണ്ടോ? അവൾക്ക് അത്രയും മാത്രം മനോഹരനോട് അരിശയോ. അതുകൊണ്ട് കൂടുതലും നമ്മൾ അവളെ ചൊടിപ്പിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്.
ഇനി മനോഹറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട കിരണേട്ടാ. ഇനി എന്ത് ചെയ്യും? ദേ ഗംഗാപ്രസാദിനെയും ആ വിക്രത്തെ പോലെയൊന്നും അല്ല മനോഹർ. ഗംഗാപ്രസാദും വിക്രമൊക്കെ ഓരോ ദിവസം കഴിയും തോറും സ്വഭാവം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വൃത്തിയുടെ സ്വഭാവം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനോഹർ ഒരുപാട് പെണ്ണുങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അവൻ്റെ സ്വഭാവം നന്നായില്ലേ? എന്ത് സ്വഭാവം നന്നായിട്ട് എന്താണ് കല്യാണി കാരണം? ഇത്രയും പെണ്ണുങ്ങളുടെ ശാപമൊക്കെ അവൻ്റെ തലയിൽ കിടക്കാണ്. എത്രയെത്രയോ അമ്മമാര് കുഞ്ഞിനെയും കാത്തുകൊണ്ട് അവനെയും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവും. ആ ലാസ്റ്റ് അവൻ വരില്ല എന്ന് അറിഞ്ഞപ്പോഴേക്കും ആ ഒരു മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും കല്യാണി. അതൊക്കെ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയണം. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടൊരു ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സോൾവ് ആവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിനെയാണ്. അപ്പോൾ ദിലീപ് നേരെ കാർത്തിയെ വിളിക്കുകയാണ്. അപ്പോൾ കാർത്തിക ആണെങ്കിൽ അയ്യോ ദിലീപേട്ടനാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് കോൾ എടുക്കുകയാണ്. ദിലീപേട്ട എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അതേ അച്ഛൻ്റെ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം തന്നെ നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞ ചടങ്ങ് ഉടനെ നടത്തേണ്ട ആവശ്യമുണ്ട്. ഇത് കേട്ടൊക്കെ കാർത്തികയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ആ ഒരു ടെൻഷൻ മനസ്സിനകത്തുണ്ട്. അതെ ദിലീപേട്ട ആകെ പ്രശ്നമാകും ദിലീപേട്ട. എനിക്ക് ആകെ പേടി തോന്നുന്നുണ്ട്. എന്തിനു പേടിക്കുന്നു? ഒരു കാര്യത്തിനും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ പോയി അങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചത്, ഈ കല്യാണം നടക്കില്ല എന്ന്. ഏതായാലും ഈ ഒരു സത്യം അവൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവൻ നമ്മളെ ആക്രമിക്കാനായിട്ട് വരില്ല കല്യാണി. കാർത്തികേ, ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. അതല്ല ദിലീപേട്ട, ഇനി അവൻ ഇപ്പോഴെങ്കിലും വരില്ലെങ്കിലും സത്യാവസ്ഥ എപ്പോഴെങ്കിലും അറിയോ? അവൻ്റെ അയൽവക്കക്കാർ പോലും ഈ ഒരു സത്യം അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ കാര്യം അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പേടിക്കണ്ട. ഏതായാലും എൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം. അയ്യോ ദിലിയേട്ടാ, അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കണം. താനെന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കുക, അമ്മയോട് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുകയാണ്. ഹലോ മോളെ. അമ്മേ, ഞാനേ ദിലീപേട്ടനോട് പറഞ്ഞതാ ഈ കല്യാണം വേണ്ട പിന്മാറിക്കോളാനായിട്ട്. പക്ഷേ ദിലീപേട്ടൻ തന്നെയാ ഈ കല്യാണം വേണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വാശി പിടിച്ചതമ്മേ, അല്ലാതെ ഞാനല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം മോളെ, ഞാനും അവനോട് കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ ഈ കല്യാണം വേണ്ട ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായിട്ട്. പക്ഷേ അവൻ തന്നെ പറഞ്ഞത് മോളെ മതിയെന്ന്. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ മനസ്സിലതാ തോന്നുന്നത്, മോളെ പോലൊരു മരുമകളാണ് ഈ വീട്ടിലേക്ക് കയറി വരേണ്ടതെന്ന്. എനിക്ക് മോളെ തന്നെ മതി എന്നൊക്കെ പറയാ. അമ്മ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ സംസാരിക്കുന്നത്? എനിക്കിത് വിശ്വസിക്കാമോ എന്ന് കാർത്തിക ചോദിക്കാം. വിശ്വസിക്കാം മോളെ. എനിക്ക് നേരത്തെയൊക്കെ മോളോട് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പായി എൻ്റെ മകൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുള്ളെന്ന് അവൻ എന്നോട് പറഞ്ഞു. നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ മകന് പിന്നെ വേറൊരു കല്യാണ ജീവിതം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണല്ലേ അമ്മ സമ്മതിച്ചത്. മക്കളുടെ സന്തോഷമല്ലേ അച്ഛനും അമ്മമാരുടെയും സന്തോഷം. മക്കളൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതല്ലേ നമ്മളുടെ ഏറ്റവും വലിയ നല്ല കാര്യം. അതുകൊണ്ട് ഞാൻ ഇനി എതിർവാക്കുകളൊന്നും പറയുന്നില്ല. വരുന്നിടത്ത് വെച്ച് എന്നെ കാണാം മോളെ. ഈ കല്യാണം നടക്കട്ടെ, സന്തോഷത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഞാൻ ഏതായാലും ദിലീപിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് ഫോൺ മേടിക്കുകയാണ്. ദിലീപേട്ട, അമ്മ ഭയങ്കര സന്തോഷത്തോടെയുള്ള സംസാരിക്കുന്നത്. അതെ, ഇപ്പം സമാധാനമായില്ലേ? ഇപ്പോൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ഇനി എൻ്റെ അമ്മ എതിർത്തു വീട്ടിൽ പ്രശ്നം ഉണ്ടാവോ എന്നുള്ളൊരു പേടി വേണ്ട. കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും, സന്തോഷമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി ഒന്ന് ചോദിക്കണം, എന്താ മോളെ ദിലീപേട്ടനെ വിളിച്ചത്? ദിലീപേട്ടൻ്റെ അമ്മയും എന്നോട് സംസാരിച്ചു, പറയാ ഈ കല്യാണം നടക്കണമെന്ന്. എന്നെയാണ് അമ്മയ്ക്ക് മരുമകളായിട്ട് വേണ്ടത് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പൊന്നു മോളെ, സന്തോഷമായി. ഇനി ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ദിലീപ് ഇങ്ങനൊരു ഐഡിയ പറഞ്ഞിരിക്കുകയാണല്ലോ മീഡിയക്കാരുടെ മുന്നിൽ. അപ്പോൾ പിന്നെ അതെ ഗംഗാപ്രസാദ് അവൻ വരില്ലെന്ന് തന്നെയാണ് വിശ്വാസം. അതെ അമ്മേ, വരില്ലെന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അമ്മേ. ഏതായാലും മോളെ, നിനക്ക് നല്ലത് തന്നെ വരും മോളെ. ദൈവം എല്ലാം കണ്ടു നിൽക്കുന്നവനാണല്ലോ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവനൊക്കെ പോട്ടെ ആ ഗംഗാപ്രസാദ് എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് അട്ടഹസിച്ചില്ല, എല്ലാവരുടെ മുന്നിലേക്ക് ചിരിക്കുകയാണ്. ഏതായാലും കല്യാണം മുടങ്ങിയല്ലോ.
ആ, അവന് മനസ്സിലായി കാണും ഈ കല്യാണം ഇനി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തീരുമെന്ന്. അതുകൊണ്ടാ അവൻ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. ഇനി കല്യാണത്തിൽ നിന്ന് പിന്മാറിയ സ്ഥിതിക്ക് ഇനി കാർത്തികയുടെ അമ്മയും കൂടി അവിടെ താമസിക്കുമെന്നാണ് ഇപ്പം എൻ്റെ ഒരു സംശയം. താമസിക്കില്ലായിരിക്കും, അവരവിടെ നിന്ന് വിട്ടടിച്ചു പോകും. അങ്ങനെ അവരവിടെ നിന്ന് വിട്ടടിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ വളരെ വളരെയേറെ ഈസി ആയിരിക്കും. അവരെ കൊല വിളിക്കും ഞാൻ. ആ തള്ളയും മകളും അങ്ങനെ ജീവിക്കേണ്ട സുഖമായിട്ട് എന്നെ ഒരുപാടിട്ട് വേദനിപ്പിച്ചതാ. എന്നിട്ട് സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വിചാരിച്ചു. നടക്കില്ലത്, ഞാൻ അങ്ങനെ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് വേറൊരു ഗുണ്ടയാണെങ്കിൽ, അതെ ഗംഗേ, ഞാനേ ഇന്നു വേറൊരാളെ കണ്ടായിരുന്നു. വേറൊരാളോ? അതാരാണ്? ആ, നിനക്കറിയാവുന്ന ഒരാൾ തന്നെയാണ്. അവനല്ലേ മനോഹർ, നിങ്ങളുടെ ഒപ്പം ജയിലിൽ കിടന്നവൻ. ഓ, അവനോ? അവനെ കണ്ടായിരുന്നു. അവൻ പരോളിൽ ഇറങ്ങിയെന്നാ തോന്നുന്നത്. അവനെ ഞാൻ കണ്ടു. എനിക്കിന്ന് നേരിട്ട് കണ്ടങ്ങനെ കൂടുതൽ അങ്ങനെ പരിചയമില്ലെങ്കിലും ഞാനന്ന് നിന്നെ ജയിലിൽ കാണാൻ വേണ്ടി വന്നപ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ പെണ്ണുങ്ങളെല്ലാം വഞ്ചിച്ചവനല്ലേ? അതെ അതെ, 10-60 പെണ്ണുങ്ങളുടെ മനസ്സും മാറ്റി അവരെല്ലാം വഞ്ചിച്ചവനാണ് ഈ മനോഹർ. പിന്നെ മനോഹറിൻ്റെയും എൻ്റെയും ഫോട്ടോ ഒക്കെ ഒരുപാട് പത്രത്തിലുണ്ടായിരുന്നല്ലോ. അതെ, അങ്ങനെയാണ് മനോഹറിനെ എനിക്ക് പരിചയപ്പെടാ എന്നൊക്കെ ഗംഗയോട് പറയാണ്. അവനെ കോണ്ടാക്ട് ചെയ്യാനേ ഒരു വഴിയില്ല. അവനെ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ നമ്മളോടൊപ്പം നിന്നാനായിരുന്നു. അവനെ അത്ര വലിയ കരുത്തനൊന്നും അല്ല, പക്ഷെ അവൻ്റെ തലച്ചോറ് അത് ഭയങ്കര തലച്ചോറാ. അവൻ്റെ ബുദ്ധിയെ അപാരം തന്നെയാ. അവനെ സമ്മതിക്കണം. ഇത് പിന്നെ അവൻ ഇപ്പോൾ കിരണിനോടും കല്യാണിയോടും ഒക്കെ കുറച്ച് കൂറൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ പറയുന്നതിനനുസരിച്ച് അവൻ നിന്നാനായിരുന്നു. ഭയങ്കരമായിട്ടും കൂറുമാറുന്നവനാണ് അവൻ എന്നൊക്കെ മനോഹറിനെ കുറിച്ച് പറയാണ്. അവനെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എപ്പോഴെങ്കിലും അവനെ കാണാതിരിക്കില്ല. അപ്പോഴേക്കും അവൻ പരോളും കഴിഞ്ഞ് ജയിലിലേക്ക് പോയാൽ എന്ത് ചെയ്യോടാ? അതിനു മുമ്പ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാന്നേ. നമ്മളുടെ പ്ലാൻ സാധ്യമാകണം, അത്രയും മാത്രമേ നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുള്ളെന്നൊക്കെ ഇവർ ഇങ്ങനെ സംസാരിക്കുകയാണ്. അത് തന്നെയാണ് ഗംഗ ചെയ്യേണ്ടതെന്നും പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു ആണെങ്കിൽ ഭയങ്കര കലിപ്പിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. കാരണം താൻ അത്രയും സ്നേഹിച്ച കിരണും കല്യാണിയൊക്കെ തന്നെ വഞ്ചിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ കിരൺ അമ്മയോടും അച്ഛനോടും പറയുന്ന ആ രംഗങ്ങളാണ് സരയുവിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. അതിനപ്പുറം നമ്മുടെ രൂപ പറഞ്ഞ കാര്യവും, അതുകൊണ്ടാണല്ലോ കല്യാണി ഐസിന് മുന്നിൽ കുഞ്ഞിനായിട്ട് പോയി കാണാനായിട്ട് നിന്നത്, മനോഹറിനെ കാണിക്കാനായിട്ട്. ആ ഒരു സംഭവം കൂടി മനസ്സിലേക്ക് കയറിക്കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിക്ക് നമ്മുടെ സരയുവിന് അത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. സരയു ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ സരയു നേരെ കല്യാണിയുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ദൈവമേ സരയു ആണല്ലോ. സരയു, എന്താ സരയു എന്ന് ചോദിച്ചപ്പോഴേക്കും, എടി നിനക്ക് എങ്ങനെയാടി എന്നെ വഞ്ചിക്കാനായിട്ട് തോന്നിയത്? നിനക്കിത് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ ചോദിക്കണം. സരയു, എന്താ സരയു പറയുന്നത്? എന്താ നിനക്കൊന്നും മനസ്സിലായില്ലേ? നീയും നിന്റെ ഭർത്താവും ഒക്കെ എന്നെ ചതിക്കാൻ വേണ്ടി നടക്കുകയാണല്ലേ, മനോഹറിന് കൂട്ടുകൂടിയിട്ട്. നീ എന്തിനാടി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ മനോഹറിനെ കാണിക്കാനായിട്ട് ഒരുങ്ങിയത്? നിനക്ക് വേറെ ഒരു പണിയില്ലേ? നിന്നോടൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനോഹറുമായിട്ട് എനിക്ക് യാതൊരു ചങ്ങാത്തവും ഇല്ല, അവനായിട്ട് എനിക്ക് യാതൊരു സിമ്പതി ഇല്ല എന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് നീ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ അവനെ കാണിക്കാനായിട്ട് പോയിരിക്കുന്നു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കല്യാണി? അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ വഞ്ചിച്ചിട്ടേ ഉള്ളു. അപ്പം നിൻ്റെയൊക്കെ സ്നേഹം വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയോട് 4 വർത്തമാനമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും കല്യാണി, സരയു അതേ മനോഹർ മാറി സരയു എന്ന് പറഞ്ഞാണ്. എന്ത് മാറിയെന്ന്? നിങ്ങളുടെ മുന്നിലൊക്കെ അവൻ മാറിയിട്ടുണ്ടാകും, പക്ഷേ എൻ്റെ മനസ്സിൽ അവനെക്കുറിച്ചുള്ളൊരു മുഖമുണ്ട്. ആ മുഖം ഒരിക്കലും മാറില്ല. നിനക്കൊരു കാര്യം അറിയോ ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന്? ഞാൻ ജീവിക്കുന്നത് തന്നെ അവനെ കൊല വിളിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് എന്നെയും മറികടന്നുകൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് അവനെ കൊണ്ട് കാണിക്കുന്നു അല്ലേ? സരയു, നീ ഇങ്ങനെ പിടിവാശി പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി മനോഹറിനോട് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും ഇതേപോലെ ആയിരുന്നല്ലോ എന്നെയൊക്കെ വെറുക്കുന്നവർ, എൻ്റെ മുത്തശ്ശിയും. ഇപ്പോൾ അവരൊക്കെ മാറിയില്ലേ? അവരൊക്കെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ മനോഹറും മാറി. ചില മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. അതെ,
ഹാ, നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നിന്റെ അച്ഛനോട് നീ ക്ഷമിച്ചു, അങ്ങനെ പലരോട് നീ ക്ഷമിച്ചു. അത്ര വലിയ നന്മമാരോ ആകാനൊന്നും എനിക്ക് പറ്റില്ലടി എന്നൊക്കെ കല്യാണിയുടെ ഇങ്ങനെ ഫോണിൽ കൂടി ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്താൽ നിനക്ക് എന്നെ ഭ്രാന്താശുപത്രിയിലാക്കണോ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണ് നിന്റെ ആഗ്രഹം? അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ഇനി മേലാൽ ഞങ്ങളുടെ പിന്നാലെ നടന്നു പോകരുത് എന്നൊക്കെ കല്യാണിയുടെ വാണിംഗ് ചെയ്തിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ കല്യാണി ഭയങ്കരമായിട്ടും സങ്കടമായി. അപ്പോൾ കിരൺ വന്ന് ചോദിക്കുകയാണ് എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സരയു എന്നെ വിളിച്ചത്. സരയു എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഇനി അവൾ കമ്പനി വിട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പേടി. പോണെങ്കിൽ പോട്ടേന്നേ, നമുക്ക് അവളെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുമോ? ദൈവം ഒരുപാട് ഇതൊക്കെ കൊടുത്തു, എന്നിട്ടും അതെല്ലാം മറികടന്ന് അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. പിന്നെ അവൾ എവിടെ മാറി താമസിച്ചാലും ഇപ്പോൾ താരാൻ്റിയുടെ ഒപ്പമാണ്. താരാൻ്റിയെ വിട്ട് ഏതായാലും അവൾ പോകാനായിട്ട് പോകുന്നില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ അവളുടെ കുഞ്ഞിനെ നോക്കുന്നത് ആരാണ്? എൻ്റെ അച്ഛനമ്മയല്ലേ. അതും നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല കല്യാണി എന്നൊക്കെ കിരൺ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.